ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നോ? അപ്പോൾ ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറേയധികം ദിവസങ്ങളായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കേട്ടോ. ചെറിയ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഒരു മങ്ങലും ഇതൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും പുതിയ ഫോൺ മേടിക്കുന്നവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സാധനങ്ങൾ കൊടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ 1-2 കടയിലെ സാധനം കൊടുക്കാനുണ്ട് കേട്ടോ. പിന്നെ വേറെ സാധനങ്ങൾ ആക്കിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത് നമ്മൾ വണ്ടിയിൽ ഇന്ധനമൊക്കെ നിറച്ച ശേഷം വീണ്ടും നമ്മൾ വീട്ടിൽ പോയിട്ട് സാധനം എടുക്കണം. അപ്പോൾ 2 കടയിലേക്കാണെങ്കിൽ 2 കടയിലേക്ക് അത്രയും ബോർഡ് ഒഴിവായി കിട്ടിയാൽ പിന്നെ എനിക്ക് ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും ഈ സാധനങ്ങളെല്ലാം വെച്ച് വണ്ടിയിൽ എണ്ണ അടിക്കാൻ പോലും റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി 2 കടയിലേക്ക് സാധനങ്ങളും കൊടുത്ത് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വന്ന്. അപ്പോൾ നമുക്ക് ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കാനുള്ള നാരങ്ങ മിഠായിയാണ് കേട്ടോ ഇതെല്ലാം ബോർഡാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കുമ്പം ഡേറ്റ് നിർബന്ധമാണ്. അതുകൊണ്ട് ഡേറ്റ് അടിക്കാതെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കിയുള്ള ഷോപ്പുകളിലൊന്നും ഞാൻ അങ്ങനെ ഡേറ്റ് അടിച്ച് കൊടുക്കാറില്ല. ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അന്നേരം ഡേറ്റ് അടിച്ച് കൊടുക്കും. അവരെന്നെ കളിയാക്കുകയും ചെയ്യും, ഇതെന്താ ഇതെപ്പം പാക്ക് ചെയ്തതാ പാക്കിംഗ് ഡേറ്റ് ആയിട്ട്. പിന്നെ ജോലിക്ക് പോണതും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല, ഭയങ്കര സ്ട്രെസ്സായിരിക്കും. പിന്നെ സ്വന്തമായിട്ട് വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ പോട്ടേന്നേ. അവിടെ മുതലാളിയും തൊഴിലാളിയും എല്ലാം നമ്മൾ തന്നെ ആയിരിക്കുമല്ലോ. എന്തേ ശരിയല്ലേ? നിങ്ങൾ പറ. ആരോടും പറഞ്ഞേ, ഞാനൊരു കാര്യം പറയാം. എന്നെ ഇപ്പോൾ എല്ലാവരും മുതലാളി എന്നാണ് വിളിക്കുന്നത്. അത്രയ്ക്കൊക്കെ വേണോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക. നീ ഇപ്പോൾ ഒരാൾക്ക് കൂലി കൊടുക്കാൻ തുടങ്ങിയില്ലേ ഒന്ന്. കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടായി പറയുന്ന കണക്ക് എന്നെ ഞാൻ തന്നെ സൂചിപ്പിച്ചാൽ ശരിയാവില്ല. അപ്പം ഇനി നമുക്ക് ബോർഡാക്കിയ സാധനങ്ങളെല്ലാം എടുത്ത് സഞ്ചിക്കകത്ത് വയ്ക്കാം. സഞ്ചി ആണെങ്കിൽ ഒരു തുറന്ന സഞ്ചി, അത് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്ന് ഒതുക്കി വയ്ക്കാൻ ഭയങ്കര പാടാണേ. അങ്ങനെ നാരങ്ങ മിഠായി മൊത്തം നമ്മൾ ഡേറ്റ് സീൽ ചെയ്ത് എല്ലാം സഞ്ചിക്കകത്താക്കി വെച്ച്. അപ്പോൾ ഇനി അടുത്ത ഐറ്റം എടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, കടല പോളിഷ് എന്നാണെന്ന്. പക്ഷേ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ ഇതിൻ്റെ പേര് പറഞ്ഞു തന്നത്. അപ്പോൾ മിഠായികളെടുത്ത് ടേബിളിൻ്റെ മേളിൽ വെച്ചിട്ട് ഡേറ്റ് സീൽ ചെയ്യാൻ പോയപ്പോഴാണ് എന്തൊക്കെയോ ഒരു വശവശ തോന്നിയത്. അങ്ങനെ ഞാൻ കവറിനകത്തിരിക്കുന്ന മിഠായിയുടെ എണ്ണം നോക്കിയപ്പം സംഭവം പണി വാളിയിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും അല്ലാന്നേ, 10ൻ്റെ ബോർഡടിക്കാൻ കൊടുത്തപ്പം 5ൻ്റെ എല്ലാം ആക്കി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതെല്ലാം കൂടെ തിരിച്ച് പറക്കി അതിനകത്ത് തന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഇനി കവറ് വെട്ടി വേറെ കവറിനകത്തോട്ട് നിറച്ച് 10ൻ്റെ ആക്കണം കേട്ടോ. ഇപ്പോൾ 5 രൂപയ്ക്ക് കൊടുക്കുന്ന പാക്കറ്റാണ് അത് മൊത്തം നിറച്ചിരിക്കുന്നത്. അതിപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒരു ബോക്സിനകത്താക്കി റിട്ടേൺ അവിടെ കൊണ്ടുപോയി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോ ഐറ്റങ്ങളും ആക്കാൻ നമുക്ക് പ്രത്യേകം കവറുണ്ട്. ഞാൻ ഈ 2 5-5 4-4 ഈ 2 കവറുമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ വലിയ കവറിലിട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിലില്ലാത്ത കണക്ക് തോന്നും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ യുക്തിപൂർവ്വം നമ്മൾ കവറുകൾ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. പണ്ടൊക്കെ ഈ കുഞ്ഞിലെ ഈ കുപ്പിയിലൊക്കെ ഈ ഐറ്റംസ് ഇങ്ങനെ നിറച്ച് വയ്ക്കുമല്ലോ. അപ്പോൾ കണ്ടിട്ടൊക്കെ നമ്മൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിക്കാൻ. ഉമ്മ മേടിച്ചൊക്കെ തരും, നമ്മൾ കഴിച്ചിട്ടുമുണ്ട്. എങ്കിലും അത് കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ കുപ്പിയിലിരിക്കുന്നത്. ഇപ്പം കണ്ണിൻ്റെ മുമ്പിലെല്ലാം ഉണ്ട്, പക്ഷെ നമുക്കൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി അങ്ങ് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എല്ലാം പൊട്ടിക്കുമ്പം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കും, എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമുണ്ടോ, അതുപോലെ കടല ഐറ്റംസൊക്കെ ക്രിസ്പി ആയിരിക്കുകയാണോ, തണുത്ത് പോയിട്ടുണ്ടോ, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണ്ട പാക്കറ്റ് ആക്കാനായിട്ട്. അപ്പം ഞാൻ ഇവിടെ ഡേറ്റ് സീൽ ചെയ്യുന്ന കണ്ടിട്ട് ഒരാൾക്കൊരു കൊതി ഡേറ്റ് സീൽ ചെയ്യാൻ കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ മോനാണേ. അപ്പോൾ ഞാൻ അവനെ കൊണ്ടുവരണം സീൽ ചെയ്യിപ്പിച്ചപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. ഇത്രയും ഐറ്റംസ് നമുക്ക് ഇന്ന് ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കാനുള്ള ഐറ്റംസാണ്. അപ്പോൾ ഒരെണ്ണം നമുക്ക് പണി തന്നിട്ടുണ്ട് 10ൻ്റെ ബോർഡാക്കാനുള്ളത്. 5ൻ്റെ ബോർഡാണ്, മൊത്തം 4 കിലോ ഉണ്ടായിരുന്നു. 4 കിലോ 5ൻ്റെ ബോർഡാണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അതെല്ലാം റീപാക്ക് കട്ട് ചെയ്ത് കവറെല്ലാം കട്ട് ചെയ്ത് മാറ്റി 10ൻ്റെ ഇതാക്കി മാറ്റണം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ഷോപ്പിൽ കൊടുക്കാനായിട്ട്. ഇനിയിപ്പോൾ അത് അവിടെ കൊണ്ട് കൊടുക്കാമല്ലോ, അതിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ തുറന്ന ശേഷം കേട്ടോ ഈ ചെറിയ മിഠായികളൊക്കെ ഇച്ചിരി പോകുന്നത്. അതുവരെ കച്ചവടം നല്ല ഡൗൺ ആയിരുന്നു. എന്താ വെച്ചാൽ സ്കൂൾ പിള്ളേരാണ് ഇതൊക്കെ കൂടുതലും മേടിച്ച് കഴിക്കുന്നത്, അല്ലാത്തവരും മേടിച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നേ. അതായത് വീട്ടിലിരുന്ന് പാക്ക് ചെയ്തിട്ട് ഇത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ വീട്ടിലിരുന്ന് പാക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സെയിലാക്കണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി പണിയെടുത്തേ പറ്റൂ. വെയിലും മഴയൊക്കെ കൊണ്ട് കഷ്ടപ്പെടേണ്ടി വരും. അതിന് തയ്യാറായിട്ടുള്ളവർക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവൻ്റെ ഒരു വിഷമം കൊണ്ടായിരിക്കും നമ്മളോട് ചോദിച്ചത്. പക്ഷേ പാക്ക് ചെയ്തിട്ട് എന്ത് കാര്യം, ഇതൊക്കെ സെയിലാക്കണ്ടേ.
അപ്പോൾ ഈ ഹെൽമെറ്റ് എപ്പോഴും ഊരാനുള്ള മടി കൊണ്ടാണ് കേട്ടോ ഞാൻ തലയിൽ തന്നെ വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും വിചാരിക്കേണ്ട. അത് വെക്കുന്നതുകൊണ്ട് എനിക്ക് തലയിൽ ഭയങ്കര പ്രശ്നമുണ്ട്. തലയ്ക്ക് ഭയങ്കര ഭാരം കണക്കും തലവേദനയും. പിന്നെ അതുപോലെ തന്നെ മുടിയൊക്കെ പൊഴിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും ഊരാനുള്ള മടി കൊണ്ട് അത് ഇട്ടുകൊണ്ട് അങ്ങ് നടക്കുക. അപ്പോൾ അടുത്ത കടയിലേക്ക് നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് കുറേ ലോഡുകളൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ മുറ്റം മൊത്തം ബോക്സ് ആയിട്ടിരിക്കുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാണ്ട് നമ്മൾ കൊണ്ടുവച്ച ഐറ്റംസാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. നമുക്കതിനകത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും അറിയാനുള്ള സ്ഥലമില്ല. അപ്പോൾ കച്ചവടക്കാരൊക്കെ അന്ന് സാധനം എടുക്കാൻ വന്നിരിക്കുന്ന സമയമാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനും അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ ഇടയിൽ കൂടെ കുത്തിത്തിരി ഞാനങ്ങ് പിടിക്കുവേ. ആ മുഖത്തെ ചിരി കണ്ടാൽ അറിയാം എന്തിനോ വേണ്ടിയുള്ള കാത്തുനിൽപ്പാണ്. വേറൊന്നുമല്ല, പൈസ മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ പൈസ കിട്ടുമ്പോഴുള്ള ഹാപ്പിനെസ് വേറെ എന്ത് കിട്ടിയാലും ഇല്ല, കിട്ടൂല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറ, അതാണോ ഹാപ്പിനെസ്? അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കൊടുത്തു തീർന്നു കേട്ടോ. ഇനിയിപ്പം പാക്ക് ചെയ്യാനുള്ള ഐറ്റംസ് കൂടെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഏകദേശം സന്ധ്യ ആയിട്ടുണ്ട്. അവിടെ കൊണ്ട് കൊടുത്താൽ അവർ പാക്ക് ചെയ്തിടും അല്ലേ. അപ്പോൾ സന്ധ്യ ആയതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ നേരെ പാക്ക് ചെയ്യുന്നിടത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പണി തന്ന കടലപ്പോളിച്ചാണ് കേട്ടോ. അതാണ്ട് ഇരുന്ന് 10ൻ്റെ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.